ജനിച്ചപ്പോ അഷ്ടൈശ്വര്യങ്ങളുമുള്ള മഹാലക്ഷ്മി എന്നല്ലേ കണിയാൻ പറഞ്ഞത്? എനിക്കിപ്പോ തോന്നുക അത് നേരാണെന്ന്. കുട്ടിമണി മാണിക്യമംഗലത്തേക്ക് വിരുന്നു പോയതിന്റെ സന്തോഷത്തിലാണ് വയലോരം വീട്. നമ്മൾ കാണുന്നൊന്നും അല്ലല്ലോ അപ്പച്ചിയമ്മേ സത്യം. പക്ഷേ സീത ആശങ്കപ്പെട്ടതുപോലെ തന്നെ മാണിക്യമംഗലത്ത് സംഭവിച്ചു. തന്നെ നോവിച്ചതിന് ജലജ കുട്ടിമണിയോട് ക്രൂരമായി പ്രതികാരം ചെയ്തുകൊണ്ടേയിരുന്നു. അതിന് കൂട്ടായി മതികലയും. നമ്മുടെ സ്റ്റോർ റൂമില്ലേ, അതിനകത്ത് പിടിച്ചു കിടത്താം. എടി, അതിനകത്ത് മൊത്തം പാറ്റിയും പഴുതാരയോ? പാമ്പുണ്ടോ? ഉണ്ടെങ്കിൽ അത്രയും സന്തോഷം. എന്തായാലും നിറയെ ചെലന്തിയുള്ള മുറിയായിരിക്കണം. 5 വയസ്സിന്റെ ബുദ്ധി മാത്രമുള്ള കുട്ടിമണി ഒന്നും മനസ്സിലാക്കാനാവാതെ മാണിക്യമംഗലത്ത് ഒറ്റപ്പെടുന്നു. തുടർന്ന് കാണുക. പിന്നെ പേടി. നിന്നെ ഞാനൊരു കടുകിനകത്ത് എടുത്തു വെക്കാം, പേടി മാറാനായിട്ട്. മിണ്ടാതെ കിടന്നോണോ അവിടെ, അല്ലെങ്കിൽ നിന്നെ ഞാൻ തല്ലിക്കൊല്ലും. പറഞ്ഞേക്കാം. അങ്ങോട്ട് ഇതൊക്കെയാ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആഗ്രഹിച്ചിട്ടുള്ളത്. നിന്റെ ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുക, നിന്റെ കൂടെ നടക്കുക. അയ്യോ, കുട്ടിമണി കരച്ചിൽ നിർത്തുന്ന മട്ടില്ല. കരഞ്ഞു കരഞ്ഞ് എന്തെങ്കിലും സംഭവിക്കുമെന്തോ. ഓഹോ, നിങ്ങൾ അവളെയും ചിന്തിച്ചോണ്ടിരിക്കുകയാണല്ലേ? കരഞ്ഞ് കരഞ്ഞ് ചാവുന്നെങ്കിൽ എങ്കിൽ ചാവട്ടെ. അവളെ അമ്മ കൈകാര്യം ചെയ്തോളൂ. ഞാൻ നിന്നോട് ഈ ദേഷ്യപ്പെടുന്നതും വഴക്കുണ്ടാക്കുന്നതൊക്കെ എന്തിനാ? നിന്നോടുള്ള ഇഷ്ടം കൊണ്ടാ. എനിക്കറിയാതെ, പക്ഷേ ഇതിനൊരു അവസാനം വേണ്ടേ? മതി. അവസാനം അത് വേണം. ആ, അമ്മയായിരിക്കും. ചെന്ന് വാതിലോർക്ക്. നീ തിന്നു കൊഴുത്തിവിടെ കാണുമെന്ന് എനിക്കറിയായിരുന്നു. നിങ്ങളെ രണ്ടിനെയും ഒരുമിച്ച് കണ്ട് നന്നായി. ചില കാര്യങ്ങൾ പറഞ്ഞേക്കാം. നിന്റെയൊക്കെ ചങ്കുലിന് ഞാൻ സമ്മതിച്ചു തന്നേക്കുന്നു. എന്നാലും സ്വന്തം വീട്ടിൽ നീ കൊള്ളാവടി. അച്ഛൻ ഇത്ര വൈബ്രന്റ് ആവുമെന്നും വേണം. ഇത്തരം രംഗങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയാ മര്യാദയ്ക്ക് ഞങ്ങളുടെ കല്യാണം നടത്തി തരാൻ അച്ഛനോട് പറഞ്ഞത്. അപ്പൊ അച്ഛൻ അച്ഛൻ്റെതായ വാശി. നീ വലിയ ന്യായമൊന്നും പറയണ്ട. അച്ഛൻ കൂടുതൽ ചോദ്യം ചെയ്യുകയും വേണ്ട. അടിച്ചിറക്കേണ്ടത് ഈ നായയാണോ? നിന്നെ ഞാൻ തൊട്ടുപോകരുത്. തൊട്ടാ നീ എന്ത് ചെയ്യൂടി? മനസ്സിനെ തല്ലാൻ അച്ഛനാരാ? എന്ത് ബന്ധമാ നിങ്ങൾ തമ്മിലുള്ളത്? എനിക്കിഷ്ടമുള്ളവരുടെ കൂടെ ഞാൻ ജീവിക്കും. അച്ഛൻ എന്നെ കൂടുതൽ ക്വസ്റ്റ്യൻ ചെയ്യാനും കൂച്ചു വിലങ്ങിടാനൊന്നും വരണ്ട. നീ നാശത്തിലേക്കാ പോകുന്നത്. ആയിക്കോട്ടെ അച്ഛാ, നിങ്ങൾ പറഞ്ഞതുപോലെ, നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ, നിങ്ങൾ ചൂണ്ടിക്കാണിച്ച ആളെ ഞാൻ കല്യാണം കഴിച്ചു. നിങ്ങൾ ജയിച്ചു. ഇനി മുമ്പോട്ടുള്ളത് എന്റെ ജീവിതമാ. അത് ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ നടക്കും. ആ പാവത്തിനെ നീയൊക്കെ എന്തിനാടി സ്റ്റോർ റൂമിൽ പൂട്ടിയിട്ടത്? അതിന് മറുപടി പറയും. അവൾ അവിടെ കിടന്നാൽ എന്താ? അത് അവിടെ കിടന്ന് കരഞ്ഞു കരഞ്ഞ് ചത്തുപോയാലോ? ചത്തുപോയാ കുഴിച്ചിടും, അത്ര തന്നെ. എന്റെ ജീവിതം ഞാൻ എനിക്കിഷ്ടമുള്ളതുപോലെ കൊണ്ടുപോകും. ഞാനെന്താ ഇങ്ങനെ ആയെന്ന് മറ്റാരെക്കാളും അച്ഛൻ അറിയാലോ. ഒന്നും എന്നെ കൊണ്ട് പറയിക്കരുത്.
ഞാൻ പറഞ്ഞല്ലോ, എന്റെ ജീവിതം ഇങ്ങനെ മുമ്പോട്ട് പോവും. ഇടയിൽ കയറാനും ഇടങ്കോലിടാനും അച്ഛൻ വരരുത്. നശിക്കാൻ നീ തീരുമാനിച്ചിറങ്ങി പുറപ്പെട്ടാൽ എനിക്ക് തടയാൻ പറ്റില്ലല്ലോ. അല്ല, സ്റ്റോർ റൂമിൽ പോയി നോക്കണ്ടേ എന്തായി കുട്ടിമണിയുടെ അവസ്ഥയെന്ന്? ഓ, നിനക്ക് അതാണല്ലോ പ്രശ്നം. കുട്ടു കരഞ്ഞോ, തളർന്നോ, ഉറങ്ങിയോ? അതല്ല മതി, പരമാവധി പ്രശ്നങ്ങളില്ലാതെ പോകുന്നതല്ലേ നല്ലത്. അതുകൊണ്ടാ. ശരി, നമുക്ക് പോയി നോക്കാം. എനിക്കാണെങ്കിൽ വേറൊരാവശ്യം കൂടി ഉണ്ട്. അതെന്താ? നീ കണ്ടോ? അയ്യോ, കുഴപ്പമായോ മതി? കുട്ടിമണി, ചത്തിട്ടില്ല, ശ്വാസമുണ്ട്. ഇതൊക്കെ ഇവള് വയലോരത്തി എന്ന് പറയുന്ന എന്റെ പേടി. എന്തു പറയാൻ, നാളെ രാവിലെ ഇഷ്ടമുള്ള ഭക്ഷണം കൈ കൊടുത്താൽ എല്ലാം മറക്കും അവള്. അതാണല്ലോ കുട്ടിമണി. ഞാൻ നിന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത് ഇവളുടെ കിടപ്പ് കാണാനല്ല. പിന്നെ എനിക്ക് ഒട്ടും ദഹിക്കാത്തൊരു കാര്യമുണ്ട്. എന്താ? ഇവളുടെ കഴുത്തിൽ കിടക്കുന്ന ആ താലി. എന്റെ കഴുത്തിൽ നീ താലി കെട്ടിയില്ല. ഞാനത് ഒരുപാട് ആഗ്രഹിച്ചിരുന്നതാ, പക്ഷെ നടന്നില്ല. അപ്പൊ പിന്നെ ഈ മന്ദബുദ്ധിയുടെ കഴുത്തിൽ നിന്റെ താലി കിടക്കാൻ ഞാൻ സമ്മതിക്കൂ? മതി, അതിന് ഞാനിപ്പോ എന്ത് ചെയ്യാനാ? എന്ത് ചെയ്യണമെന്ന് ഞാൻ പറയാം. നീ ആ താലിയും ഊരി എടുക്കുക. മതി, അത് വേണോ? താലി എവിടെ പോയിന്ന് വയലോരം വീട്ടുകാർ തിരക്കിയല്ലേ? അവര് തിരക്കത്തില്ല. ബോധമില്ലാതെ നടക്കുന്നതുകൊണ്ട് താലി എവിടെയെങ്കിലും കൊണ്ട് കളഞ്ഞാണെന്ന് അവര് വിശ്വസിച്ചുള്ളൂ. നിനക്ക് ഞാൻ പറയുന്നത് അനുസരിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? മതി, ഇല്ല. എങ്കിൽ പിന്നെ താലി ഉരിയെടുക്ക്. അമ്മയോടൊരു കാര്യം ചോദിക്കണമെന്ന് ഞാൻ കുറച്ചു ദിവസം കൊണ്ട് ഓർക്കുക. എന്താ മോളെ? കുട്ടിമണിയെക്കുറിച്ചാ. കുട്ടിമണിയെക്കുറിച്ചോ? എന്ത് കാര്യം? കുട്ടിമണി എത്രാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ടമ്മേ? ആ, അത് ജഗപോകയല്ലയോ കേസ്. 4 വയസ്സുള്ളപ്പോ അച്യുതം 1-ാം ക്ലാസ്സിൽ കൊണ്ട് വിട്ടതാ. പുത്തൻ ഉടുപ്പും സ്ലേറ്റും കുന്തവും കുടച്ചക്രവും ഒക്കെ വാങ്ങിച്ചു കൊടുത്തു. എന്നിട്ട് എന്തോ ഉണ്ടായി? 3 മണിയെന്ന് പേര് വിളിച്ച ടീച്ചറെ കടിച്ചിട്ട് സ്ലേറ്റും തല്ലി പൊട്ടിച്ചിട്ട് അവളിഞ്ഞു പോന്നു. അന്ന് തീർന്ന് പഠിത്തം. പിന്നല്ലേ മനസ്സിലായത് ആ 4 വയസ്സിന്റെ ബുദ്ധി അവക്ക് മുന്നോട്ട് കൊള്ളുന്നു. മറ്റു കുട്ടികളൊക്കെ സ്കൂളിൽ പോകുമ്പോ ഒത്തിരി കൊതിയോടെ അവള് നോക്കി നിന്നിട്ടുണ്ട് മോളെ. പക്ഷെ ആരും സ്കൂളിൽ ചേർത്തില്ല. ബുദ്ധിയില്ലാത്ത കുട്ടിയല്ലേ.
എന്തെങ്കിലും അബദ്ധം കാണിച്ചാലെന്നുള്ള പേടി. നമ്മൾ വിചാരിച്ചിരുന്നെങ്കിൽ കുട്ടിമണിയെ കുറെയെങ്കിലും ബുദ്ധിയുള്ളവളാക്കി മാറ്റാറ് നമ്മെ. ആര് വിചാരിക്കാൻ? നമ്മുടെ നാട്ടിലെ എല്ലാവർക്കും ഒരു കാഴ്ചവസ്തുവായിരുന്നു എന്റെ മോള്. വയലോരം വീട്ടിന്റെ നെഞ്ചിനുള്ളിൽ മാത്രം മുള കുടച്ചതുപോലൊരു നീറ്റൽ അങ്ങനെ കടന്നു. ബുദ്ധിയില്ല എന്നുള്ള സങ്കടം അവൾക്ക് അറിയാതിരിക്കാൻ വേണ്ടി അച്ചുവേട്ടന് ഒരുപാട് പുത്തനുടുപ്പുകൾ മേടിച്ചു കൊടുത്തു. വയലോരം വീട്ടിന്റെ രാജകുമാരിയാണ് അവളെന്ന് പറഞ്ഞു. തെളിഞ്ഞ ബുദ്ധിയോടെ എന്നെങ്കിലും അവൾ അച്ഛയെ അമ്മയെന്ന് വിളിക്കുന്നത് കേൾക്കാൻ ഒരുപാട് കൊതിച്ചതാ അച്ചുവേട്ടനും ഞാനും. എന്നിട്ട് എന്തുണ്ടായി? കിണറ്റി തള്ളിയിട്ട് കൊന്നില്ലേ? അപ്പച്ചമ്മ, ദൈവത്തെ ഓർത്തിനി ഇത് പറയരുതേ. അവൾക്ക് എന്തറിയാം? കുട്ടിമണി ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്ന അവളുടെ അച്ഛയാണ്. അറിഞ്ഞോണ്ട് അവൾ ഒരു തെറ്റ് ചെയ്യുവോ? അറിഞ്ഞാണെങ്കിലും അല്ലെങ്കിലും ഒരു ജീവൻ പോയില്ലേ ഓച്ചെ? ഓർക്കുമ്പോ നെഞ്ചിനകത്ത് ശ്വാസം വിലങ്ങുക. കുട്ടിമണിയെ കുറച്ചുകൂടി നമുക്ക് മെച്ചപ്പെടുത്തി എടുക്കാൻ പറ്റുമമ്മേ. ഞാൻ ഇനി അതിന് ശ്രമിക്കാൻ പോകും. എന്നാത്തിനാ? കമഴ്ത്തി വെച്ച കുടം പോലെ അതിന്റെ തല. വെറുതെ വെള്ളം ഒഴിക്കാവുന്ന മാത്രം. അതൊന്നും അല്ല, നോക്കിക്കോ. കുട്ടിമണിയെ ഞാൻ ബുദ്ധിയുള്ളവളാക്കും. എങ്ങനെ ഇതേപ്പറ്റി അറിയാം? അത് ഞാൻ ചില പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടമ്മേ. മോള് ശ്രമിച്ചു നോക്ക്. എന്റെ കുഞ്ഞിന് ഇത്രയെങ്കിലും ബുദ്ധി കിട്ടിയല്ലോ. അമ്മ നോക്കിക്കോ. ഇത്രയല്ല, കുട്ടിമണിയെ ഞാൻ നല്ല ബുദ്ധിയുള്ളവളാക്കും. എനിക്ക് വയലോരം വീട്ടിലേക്ക് തിരിച്ചു പോവാനേ തോന്നുന്നില്ല. നമുക്ക് ഇവിടെ തന്നെ താമസിച്ചാലോ? ആഗ്രഹം കൊള്ളാം, പക്ഷെ നടക്കത്തില്ലല്ലോ. ഞാൻ രവിയേട്ടനോട് പറഞ്ഞ് പുറത്തൊരു വീടെടുത്താലോ എന്ന് ആലോചിക്കുക. പുറത്ത് വീടെടുത്താൽ നിങ്ങളല്ലേ താമസിക്കുള്ളൂ, എനിക്കെന്ത് വേണം? അതെ, നീയും പൊട്ടി അങ്ങോട്ട് വരാനുള്ള വഴി ഞാൻ ഉണ്ടായിക്കൊള്ളാം. അല്ല, രവിയായിട്ട് മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ഇനി തിരിച്ചു വരും. അതെന്താ, നിനക്ക് രവിയേട്ടനെ കാണാൻ കൊതിയായോ? അതല്ല, എന്ന് വരുമെന്ന് അറിയാൻ വേണ്ടിയാ. ഓ അങ്ങനെ. അതെ, നീ ഇന്ന് എന്നെ ഒന്ന് പുറത്തു കൊണ്ടുപോകണം, ഒരു സിനിമയ്ക്ക്. അതും എന്റെ ആഗ്രഹങ്ങളിലൊന്നാണ്. അത് വേണോ? മതി. വേണം. മനസ്സിൽ കരുതി വെച്ച ആഗ്രഹങ്ങളൊക്കെ എനിക്ക് സാധിക്കണം. സാധിച്ചേ പറ്റൂ. ശരി, പോയേക്കാം. എന്റെ പൊന്നല്ലേടാ. കുട്ടിമണി തിരിച്ചു വന്നില്ലേ? നാളെ വന്നേക്കും. എന്തായാലും പെങ്കൊച്ചാളങ്ങ് മാറിപ്പോയി. കല്യാണം കഴിപ്പിക്കാൻ എടുത്ത തീരുമാനം നന്നായി. അതെ. സീതയ്ക്ക് വല്ല വിശേഷമുണ്ടോ? എന്ത് വിശേഷം? ഒന്നും അറിയാത്ത പോലെ. ഇല്ല. അടുത്ത കൊല്ലം 3 കൊച്ചുമക്കളാ വയലോരം വീട്ടിൽ നിറഞ്ഞു നിൽക്കാൻ പോകുന്നത്. ശാരദാമ്മയുടെ ഒരു ഭാഗ്യേ. ബാലോ, ഇങ്ങോട്ട് വന്നേ. ഇതാരാണെന്ന് മനസ്സിലായോ? ബാലേന്ദ്രൻ ഓർക്കുന്നില്ല എന്നെ? ഒരു തവണ നമ്മൾ കണ്ടിട്ടുണ്ട്. ഗോപാലകൃഷ്ണക്കുറുപ്പ്, സീതയുടെ നാട്ടില്. അയ്യോ, അറിയാം. പഞ്ചായത്ത് പ്രസിഡന്റ്. മാഷെന്താ ഇവിടെ? അപ്പൊ ഓർക്കുന്നുണ്ട്. ഇവിടെ വികസന സമിതിയുടെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു ബ്ലോക്കിലെ, അതിന് വന്നതാ. പരിചയപ്പെട്ട പാടെ ഞാൻ ഇങ്ങ് കൂട്ടിക്കൊണ്ടു പോകുന്നു. എന്റെ കടയിൽ കയറി മുടി വെട്ടിക്കൊണ്ടിരുന്നതാ. അവിടുന്ന് മെമ്പറാണ് പിടിച്ചോണ്ട് വന്നതാ. പിന്നെ ബാലന്റെ ഭാര്യയുടെ നാട്ടിൽ നിന്ന് ഒരാൾ ഇവിടെ വന്ന നമ്മളെ ഗ്രാമ ഗസ്റ്റോ പൊതു അതിഥി. നിന്റെ കടയിൽ കയറി ഒരു അപകടം പറ്റുന്നതിന് മുമ്പ് ഞാൻ രക്ഷിച്ച് ഇവിടെ കൊണ്ടുവന്നു. അതാ എന്റെ ശരി. ബാലനോടെ ഞങ്ങൾക്കൊക്കെ വലിയ കടപ്പാടുണ്ട്. സീതയ്ക്ക് ഒരു ജീവിതം കൊടുത്തതിൽ അത്ര വലിയ പുണ്യപ്രവൃത്തിയല്ലയോ ബാലൻ ചെയ്തത്? അല്ല, ഞാനൊരു പെണ്ണിനെ കല്യാണം കഴിച്ചെന്നല്ലേ ഉള്ളൂ. എന്നാലും വലിയ മനസ്സുള്ളവർക്ക് അത് പറ്റൂ ബാല. പ്രസിഡന്റ് വീട്ടിലേക്ക് വരുന്നില്ലേ? സീതയ്ക്ക് വലിയ സന്തോഷമാവും. ധൃതിയാ ബാല. പിന്നെ വീട്ടിൽ വരുന്നത് വേറെ ദിവസമാകാം. സീതയോടെ ഞാൻ തിരക്കെന്ന് പറഞ്ഞേക്കണം. ആയിക്കോട്ടെ. എന്നാ പിന്നെ ഇറങ്ങാം മെമ്പറെ. ബാലനെ പോലെയുള്ള ഒരാൾ നാട്ടിലുള്ളത് മെമ്പർക്കും അഭിമാനിക്കാം. അത് പിന്നെ അങ്ങനെ അല്ലയോ? ഞാനല്ലേ ഇവരുടെ എല്ലാം റോൾ മോഡൽ അല്ലേ? അങ്ങനെയും പറയാം. അപ്പൊ ശരി ബാല, കാണാം. ആയിക്കോട്ടെ. ബാലെ,
ശരി. പ്രസിഡന്റിന് ബാലനെ പുകഴ്ത്തിയിട്ടും മതി വരുന്നില്ലല്ലോ. അതെന്തിനാണെന്ന് എനിക്കും പിടികിട്ടാത്ത. എന്റെ ബാല, അവരുടെ നാട്ടിൽ നിന്ന് ഒരു പെണ്ണിനെ 1 രൂപ പോലും സ്ത്രീധനം വാങ്ങാതെ ബാലൻ കെട്ടിയില്ലേ? അതൊരു ചെറിയ കാര്യമാണോ? പിന്നല്ലാതെ. ഒന്നേ ഉള്ളോടാ ബാല. അല്ലാതെ പിന്നെ ഓരോ ദിവസം ഓരോന്നുണ്ടാവും എന്റെ അപ്പച്ചേമ്മേ. കുട്ടിമണി കണ്ടിരുന്നെങ്കിൽ കൊടുത്തു വിടില്ലായിരുന്നു. കാണാതിരുന്നത് എത്ര നന്നായി. അപ്പച്ചേമ്മയ്ക്ക് എന്താ ഈയിടെയായിട്ട് കുട്ടിമണിയോടൊരു ദേഷ്യം? ഓ, എനിക്കെന്നാത്തിനാ ദേഷ്യം? അവള് ചെയ്തു വെച്ചതൊക്കെ നോക്കുമ്പോ സന്തോഷമല്ലേ ഉള്ളു. പോട്ടെ. അല്ല ബാലേട്ടാ, ഇത് നമ്മുടെ കടയിൽ തന്നെ വിൽക്കാനാണോ? അല്ല, അംബാനിയുടെ കടയിൽ. ആ, നിന്റെ നാട്ടിലെ പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ന് നമ്മുടെ കടയിൽ വന്നായിരുന്നു. എന്നിട്ടെന്താ, എന്നെ കുറെ പുകഴ്ത്തി സംസാരിച്ചു, അത്ര തന്നെ. വേറെ ഒന്നും പറഞ്ഞില്ലേ? വേറെന്ത് പറയാൻ, ഞാൻ ഇങ്ങോട്ട് വിളിച്ചതാ. അടുത്ത പ്രാവശ്യം വരാമെന്ന് പറഞ്ഞു. എന്തായാലും നിന്റെ നാട്ടിൽ എനിക്കൊരു മതിപ്പുണ്ടായി. അല്ല, പ്രസിഡന്റിന്റെ സംസാരം കണ്ടപ്പോ എനിക്ക് അങ്ങനെ തോന്നിയത്. അത് പിന്നെ ബാലേട്ടനെ കുറിച്ച് എല്ലാവർക്കും നല്ല അഭിപ്രായമല്ലേ? ഓ, സമ്മതിച്ചേ. ആ പെണ്ണിന്റെ കണ്ണിൽ പെടുന്നതിന് മുൻപ് പോവാൻ നോക്ക്. ഞങ്ങൾ വരാൻ കുറച്ച് താമസിക്കും. അമ്മ പെണ്ണിനെ നോക്കണം. അതൊക്കെ ഞാൻ ഏറ്റു. നിങ്ങൾ പൊയ്ക്കോ. നീ ഇത് എവിടെ പോകാനാ ഒരുങ്ങി ചമഞ്ഞ് നിക്കുന്നേ? എന്നാര് പറഞ്ഞു? അതെ, അതിവര് രണ്ടുപേരും സിനിമയ്ക്ക് പോണ കാര്യോ, അല്ലാതെ നിന്നെ കൊണ്ടുപോകുന്ന കാര്യമല്ല. ഞാനും വരും സിനിമക്ക്. നീ വരണ്ട, അത് യക്ഷിയുടെ സിനിമയാ. നിനക്ക് യക്ഷി പേടിയല്ലേ? മനുഷ്യൻ കൂടാണ്ട് ഒരു യക്ഷിയും വരത്തില്ലെന്ന് വല്യച്ഛ പറഞ്ഞല്ലോ. കുട്ടിമണി ഇവിടെ അമ്മയ്ക്ക് കൂട്ടായിട്ട് നിൽക്കേ. ഞങ്ങൾ പെട്ടെന്ന് മര്യാദക്ക് പറഞ്ഞ പെണ്ണ് സമ്മതിക്കില്ല. വാ, നിങ്ങൾ പോകാൻ നോക്ക്. പറഞ്ഞത് ഇങ്ങോട്ട് ഇങ്ങോട്ട്. മിണ്ടാതിരുന്നോണം, ഇല്ലെങ്കിൽ മോന്തക്കിട്ട് ഒരു കുത്തു തരും. പിന്നെ കിനിമ. നിനക്ക് സിനിമ കണ്ടിട്ട് എന്താ കാര്യം? നിനക്ക് കഥ അറിയോ? സിനിമ നടന്മാരെ അറിയോ? ഇല്ലല്ലോ. പെണ്ണെ, എന്റെ ക്ഷമ പരീക്ഷിക്കരുത്. കിടന്ന് ബഹളം വെച്ചാ മോന്തക്കിട്ട് ഒരു കുത്തു തരും, പറഞ്ഞേക്കാം. അയ്യോ, നിന്നെ കൊണ്ടുപോവാൻ മനസ്സിൽ നിന്റെ ആരാ? അമ്പടി, നിനക്ക് ബുദ്ധിയില്ലെന്ന് ആരാ പറഞ്ഞത്? സിനിമയില്ല, ഒരു പൂരവും ഇല്ല. മര്യാദക്ക് ഇവിടെ എങ്ങാനും അടങ്ങി ഒതുങ്ങി ഇരുന്നാലേ നിനക്ക് തല്ലുകൊള്ളാതിരിക്കാം. എടീന്നോ? എന്നെയോ? നീ എന്നെ എടീന്ന് വിളിക്കുമല്ലേ? നിന്നെ ഞാൻ ഇവിടെ വാ. നിന്റെ അഹങ്കാരം കുറഞ്ഞു തോന്നുമ്പോ ഞാൻ കഥവ് തുറന്നു തരാം. വരട്ടെടി, യക്ഷി വരട്ടെ, നിന്റെ ചോര കുടിക്കട്ടെ. നിന്റെ ബുദ്ധിക്കല്ലേ കുറവുള്ളൂ, ചോരയ്ക്കും കൊഴുപ്പിനും ഒന്നും ഒരു കുറവില്ലല്ലോ. നീ അവിടെ കിടക്ക. അയ്യോ, ഒന്ന് തുറന്നു കൊച്ചിരമ്മ, കൊച്ചിരമ്മ ഒന്ന് തുറക്ക്. പേടിയായിട്ടോ. അയ്യോ കൊച്ചിരമ്മ. അവിടെ കിടന്ന് കരയടി. ഇപ്പൊ വാതില് തുറക്കുന്നില്ല. നിന്റെ അഹങ്കാരം ഒന്ന് കുറയട്ടെ. പ്രേതവും പിശാചും
യക്ഷിയൊക്കെ വന്ന് നിന്നെ പച്ചയ്ക്ക് നുള്ളിപ്പറിച്ച് തിന്നട്ടെ. ഞാനേ ആ പൊട്ടിയുടെ താടിക്ക് 2 തട്ട് കൊടുത്ത് മുറ്റത്തോട്ട് ഇറക്കിയായിരുന്നു. എവിടെയാണെന്ന് നോക്കിയതാ. എന്തൊരു ശബ്ദം ഇത്! മുനിസിപ്പാലിറ്റിയുടെ സൈറൻ പോലും തോറ്റുപോകും. നീ എത്ര ബഹളം വെച്ചാലും വാതിൽ തുറക്കില്ല. ആഹാ, അമ്മ ഉറങ്ങാതെ മുതുമാതിരയ്ക്ക് വാതിലും തുറന്ന് നിൽക്കുവാണോ? ഞങ്ങളെ സ്വീകരിക്കാൻ വേണ്ടിയുള്ള നിൽപ്പായിരുന്നോ? ഞാനേ ആ പൊട്ടിയുടെ താടിക്ക് 2 തട്ട് കൊടുത്ത് മുറ്റത്തോട്ട് ഇറക്കിയായിരുന്നു. എവിടെയാണെന്ന് നോക്കിയതാ. എന്നിട്ടെവിടെ? ഓ, എന്തൊരു ഉത്കണ്ഠ ഭർത്താവിന്. അതല്ല മതി, ബുദ്ധിയും ബോധം വിവരമൊന്നും ഇല്ലാത്ത കുട്ടിയാ. എന്തെങ്കിലും സംഭവിച്ചു പോയി നമ്മൾ ഉത്തരം പറയേണ്ടി വരും. ഉത്തരവല്ല, കഴുക്കോല്. നിങ്ങൾ പോയി ഭക്ഷണം കഴിച്ച് ഉറങ്ങാൻ നോക്ക്. പൊട്ടി എവിടെയെങ്കിലും മാറിയിരുന്ന് മോങ്ങുന്നുണ്ടാവും. എന്തായാലും തന്നെത്താൻ ചാവാനുള്ള ബുദ്ധിയൊന്നും അവക്കില്ല. നിഷ്കളങ്കയും സത്യസന്ധയും നല്ലോണം ഒക്കെയായ സീതാ ബാലചന്ദ്രന്റെ മനസ്സ് മുറിഞ്ഞ് ചോര ഒഴുകാനും തുടങ്ങി. നീ നോക്കിക്കോ സിജ, ഇനി എന്തൊക്കെയാ നടക്കാൻ പോകുന്നത്.